ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ വയ്യ, ഭയങ്കര ജലദോഷവും ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വയ്യാത്ത സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത് തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ഈ പനിയും ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സാധാരണത്തെ കൂട്ടാനുകളൊന്നും കഴിക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ രസമൊക്കെ കൂട്ടി ഊണ് കഴിക്കാറുണ്ട്. രസം പോലെ തന്നെ കഴിക്കാവുന്ന, എന്നാൽ വെളുത്തുള്ളിയും ജീരകവും ഒന്നും ചേർക്കാത്ത ഒരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് മുളക് വറുത്ത പുളി എന്നാണ് കേട്ടോ. ഇത് സാധാരണ പാലക്കാടാണ് കൂടുതലായിട്ടുള്ളത്. പാലക്കാടൻ മുളക് വറുത്ത പുളി എന്നാണ് പറയുക. പാലക്കാട്, വള്ളുവനാട്, പിന്നെ തൃശ്ശൂരിൻ്റെ കുറേ ഭാഗങ്ങളിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൂട്ടാനാണിത്. ഇപ്പോൾ സാധാരണ ഉച്ചയ്ക്കൊക്കെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ചിലപ്പോൾ കൂട്ടാൻ്റെ ടേസ്റ്റ് കൂടിയതുകൊണ്ടായിരിക്കാം ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ രാത്രിയിലത്തേക്ക് കൂട്ടാൻ തികയാണ്ട് വരും. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ രാത്രിയും ചോറ് തന്നെയാണല്ലോ കഴിക്കുക. പലഹാരമൊന്നും പതിവില്ല, ഒന്നുകിൽ ചോറ് അല്ലെങ്കിൽ കഞ്ഞി. അപ്പോൾ രാത്രിയിൽ പിന്നെ വേറെ നാളികേരമൊക്കെ അരച്ചിട്ട് ഒരു കൂട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അത് കേടാവും. ഇന്നത്തെ പോലെ ഫ്രിഡ്ജൊന്നുമില്ല സൂക്ഷിച്ച് വെക്കാൻ. അപ്പോൾ രാത്രി എന്ത് വെക്കും എന്ന് ആലോചിക്കുമ്പോൾ അന്നത്തെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയൊരു സഹായമായിരുന്നു ഈ മുളക് വറുത്തപ്പുളി. മുളക് വറുത്തപ്പുളി രാത്രി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ബാക്കി വരികയാണെങ്കിലും കേടൊന്നും ആവില്ല. പിന്നെ ഇതുപോലെ നമുക്ക് ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ രസം ഇഷ്ടമില്ലാത്തവർക്ക് മുളക് വറുത്തപ്പുളി ഉണ്ടാക്കി കൊടുക്കും. ഈ മുളക് വറുത്തപ്പുളി എത്ര പേര് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ കൂട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ വീട് ഷൊർണൂരാണ്. അപ്പോൾ അവിടെയൊക്കെ മുളക് വറുത്തപ്പുളി ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ വളർന്നതും പഠിച്ചതൊക്കെ പാലക്കാടാണ്. അപ്പോൾ അവിടെയൊക്കെ മുളക് വറുത്തപ്പുളി ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത് ഇങ്ങോട്ട് കൊടകരയ്ക്കാണ്. ഇവിടെയൊന്നും മുളക് വറുത്തപ്പുളി ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഇതുണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കാറുണ്ട്, ഞാൻ കഴിക്കാറുമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല പുളിയും എരിവും ഒക്കെയുള്ള നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. കൂട്ടാൻ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, രസം പോലത്തെ ഒരു ഒഴിച്ച് കറി, അതായത് നല്ല വെള്ളം പോലെയുള്ള ഒരു കറി. അപ്പം എന്നാൽ നമുക്ക് മുളക് വറുത്തപ്പുളി ഉണ്ടാക്കാം അല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടി കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. ഞാനിത് ഇത്രയും പോകുന്ന പുളിയാണ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. എത്ര മുളക് വറുത്തപ്പുളി വേണോ അതിനനുസരിച്ചിട്ട് പുളി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. പുളി കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. കുറച്ച് ചുവന്നുള്ളി, ഒരു അര സവാള, 2 കഷ്ണം ഇഞ്ചി, ഉണക്കമുളക്, എരിവിനാവശ്യമുള്ള പച്ചമുളക്, കറിവേപ്പില. ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം വട്ടത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുത്തു. വറുത്തിടാൻ വേണ്ടി ഉണക്കമുളകും കറിവേപ്പിലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞെടുക്കണം. കുതിർത്ത് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇത് നന്നായി പിഴിഞ്ഞിട്ട് ഈ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ധാരാളം വെള്ളം ഒഴിച്ചിട്ടാണ് ഈ പുളി പിഴിഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കാം. ഇനി ഉണക്കമുളകും കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് സവാളയും ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചില്ലേ അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് ഒന്ന് ബ്രൗൺ കളറാകണം, അതുവരെ ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. ഇതെല്ലാം ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മൂത്ത് വരണം. 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോഴേക്കും ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത്. സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു ബ്രൗൺ കളറിലേക്ക് മാറി. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ചു. ഇനി ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതെല്ലാം നന്നായിട്ട് വെന്തു. ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം വറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നേരത്തെ ഇട്ട് കൊടുത്ത ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. മുളക് വറുത്ത പുളി നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇത് സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം ഈ പുളി നന്നായിട്ട് വെന്ത് കിട്ടണം. ഇങ്ങനെ ലൂസായിട്ടാണ് കേട്ടോ ഈ കറി ഇരിക്കുക. ഇത് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റായി. പുളിയൊക്കെ നന്നായി വെന്തു. ഇത് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മുളക് വറുത്ത പുളി റെഡി ആയിട്ടുണ്ട്. നല്ല എരിവും പുളിയൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാനാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കൂട്ടാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചോറിൽ ഇതുപോലെ ഒഴിച്ചിട്ടാണ് മുളക് വറുത്ത പുളി കൂട്ടി നമ്മൾ ചോറുണ്ണ കേട്ടോ. ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കും. കഞ്ഞി പോലെ ആക്കിയിട്ടാണ് കുടിക്കുക. സാധാരണ കൂട്ടാൻ കുറച്ചൊഴിച്ച് കഴിക്കുന്ന പോലെയല്ല, ഇത് ഒരുപാട് ഒഴിക്കും. ഇതിൻ്റെ കൂടെ ഒരു പപ്പടോ ഉണക്കമീൻ വറുത്തതോ ഉണ്ടെങ്കിൽ ഊണ് കുശാലായി കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.